ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് ചോദിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ബിരിയാണീൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്ത് ബിരിയാണി വെച്ചാൽ ഫിഷ് ബിരിയാണി കേട്ടോ. അപ്പോൾ ഫിഷെല്ലാം ഞാൻ മുന്നേ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. 2-3 മണിക്കൂർ മുന്നേ പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം രാത്രിക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഫിഷൊക്കെ പൊരിക്കാനിട്ടിട്ടുണ്ട് കേട്ടോ. മസാല ആക്കുന്ന പാത്രത്തിൽ തന്നെയായിട്ട് ഞാൻ പൊരിക്കാനിടുന്നത്. എന്നുവെച്ചാൽ പൊരിച്ചെടുത്താൽ അതിൽ തന്നെ നമുക്ക് മസാല ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഫിഷ് ബിരിയാണി വെക്കൽ കുറവാണ് കേട്ടോ. മുന്നേയൊക്കെ ആണെങ്കിൽ ഞാൻ അഞ്ചോളം വെക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ആയിട്ടോ വെച്ചിട്ട്. ഇപ്പോൾ അധികം ബീഫും ചിക്കൻ തന്നെയാണ് കേട്ടോ ബിരിയാണിയൊക്കെ ഉണ്ടാക്കൽ. കുറേ ആയിട്ടോ ചെമ്മീൻ ബിരിയാണി അതുപോലെ തന്നെ അയിലയൊക്കെ കിട്ടുന്ന സമയത്ത് വലിയ അയിലയൊക്കെ കിട്ടുന്ന സമയത്ത് ഞാൻ വെക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ആയി വെക്കാത്ത. ഇപ്പോൾ ഒരു സൈഡൊക്കെ പൊരിഞ്ഞ് വന്നിട്ട് മറ്റേ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മറ്റേ സൈഡ് പൊരിച്ചെടുക്കുന്നതിന് ശേഷം നമുക്കിതിലേക്ക് തന്നെ മസാല ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനകത്ത് നിന്ന് ആ എണ്ണയിൽ തന്നെ മസാല ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ അതെല്ലാം പെട്ടെന്ന് തന്നെ ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പാത്രത്തിൽ മസാല ഉണ്ടാക്കാം. ഉള്ളി ആ എണ്ണയിൽ തന്നെ ഞാൻ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നല്ല വാടി വന്നതിന് ശേഷം നമുക്ക് പിന്നെ തക്കാളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇട്ടതിന് ശേഷം തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ തക്കാളി പേസ്റ്റാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ അതിൻ്റെ തന്നെ പൊടികളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കൊത്തമ്പരി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഉപ്പ് ആവശ്യത്തിന്, ഗരം മസാലപ്പൊടിയും അതുപോലെ തന്നെ ബിരിയാണി മസാലപ്പൊടി എല്ലാം കൂടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കുരുമുളക് പൊടിയും എല്ലാം കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ ഇപ്പോഴത്തെ അടുപ്പത്ത് നെയ്ച്ചോറും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ മസാലേൻ്റെ തന്നെ ഞാൻ കുറച്ച് തേര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തേരൊക്കെ ഒഴിച്ച് കൊടുത്ത് മസാലയൊക്കെ നല്ല പോലെ ആയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് വെച്ച മീനും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മീനും മസാലയെല്ലാം ഒന്നാക്കിയതിന് ശേഷം ഞാൻ അതിലെടുത്തതിന് ചോറും കൂടി റെഡി ആയി കേട്ടോ. പിന്നെ ഞാൻ ദമ്മിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ദമ്മിട്ട് കൊടുക്കുക മസാലയുടെ മുകളിൽ തന്നെ ഞാൻ ചോറൊക്കെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ചോറിട്ട് കുറച്ച് കഴിഞ്ഞ ശേഷം പിന്നെയും കുറച്ച് മസാല വെച്ച് പിന്നെയും കുറച്ച് ചോറിട്ട് അങ്ങനെ ദമ്മിട്ട് എടുത്തു കേട്ടോ. അങ്ങനെ മീൻ ബിരിയാണി റെഡി ആയിട്ടോ. മീൻ ബിരിയാണി ഫിഷ് ബിരിയാണി എല്ലാം ഒന്ന് തന്നെ കേട്ടോ. അപ്പം ബിരിയാണി റെഡിയായി. വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.